പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്തുള്ള നെൽപ്പാടങ്ങൾക്കിടയിലൂടെ ട്രെയിൻ കുതിച്ചു പായുന്ന കാഴ്ച കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടുള്ള ചെറിയൊരു കുന്നാണ്. ആ കുന്നിന് മുകളിൽ മഹാകാളി കോവിലുണ്ട്. ആ കോവിലിനടുത്തുള്ള വ്യൂ പോയിന്റിൽ നിന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണത്. കഞ്ചിക്കോടുള്ള മഹാകാളി കോവിലും വ്യൂ പോയിന്റും തേടിയുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇന്ന് രാവിലെയാണ് പാലക്കാട് എത്തിയത്. പാലക്കാട് വരുന്നതിന് മുമ്പേ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ഏകദേശം 8:30യോടുകൂടിയാണ് ഞാൻ ഈ യാത്ര തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുമ്പ് അസിസിയിലായിരുന്നു ഹയർ സെക്കൻഡറി എല്ലാം പഠിച്ചത്. അത് കഴിഞ്ഞ് ഡിഗ്രി കോയമ്പത്തൂരായിരുന്നു ചെയ്തത്. അന്നെല്ലാം ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ മഹാകാളി കോവിലിലേക്ക് നോക്കുമായിരുന്നു. എന്നെങ്കിലും ആ അമ്പലത്തിനടുത്ത് പോകണമെന്ന കാര്യം അന്നേ തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു. ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയപ്പോൾ വഴിയൊന്ന് തെറ്റി. ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന വഴിയിലൂടെ പോയപ്പോൾ ആ കുന്നും അമ്പലം എല്ലാം കാണുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടേക്കുള്ള വഴിയില്ല. വഴി തെറ്റിയ കാരണം കുറെ മുന്നിൽ പോയി വീണ്ടും തിരിച്ച് പുറകോട്ട് വരേണ്ടി വന്നു. കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സർവീസ് റോഡായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഗൂഗിൾ മാപ്പിന്റെ ഇൻഡിക്കേഷൻ അനുസരിച്ച് പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള സർവീസ് റോഡ് എടുത്ത് വീണ്ടും മുന്നോട്ട് പോയി. ഈ പെട്രോൾ പമ്പാണ് ഇവിടുത്തെ ലാൻഡ്മാർക്ക്. പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് സൈഡിലായി സർവീസ് റോഡിൽ ചെറിയൊരു കയറ്റത്തോടു കൂടിയ ഒരു റോഡുണ്ട്. ഈ വഴിയിലൂടെ പോയാൽ ഇന്ന് തേടിപ്പോകുന്ന മഹാകാളി കോവിലിന് മുന്നിലെത്താൻ കഴിയും. ചെറിയൊരു കുന്നിന് മുകളിലാണ് ഈ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് പോകുന്ന വഴിയെല്ലാം ഒരു മലയുടെ മുകളിൽ കയറി പോകുന്ന പ്രതീതിയാണുള്ളത്. ഈ പോകുന്ന റോഡ് നേരെ കോവിലിന് മുന്നിൽ പോയി എത്തും. അത് കാരണം മല നടന്നു കയറേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കാറ്റുള്ളൊരു സ്ഥലം. ഈ ആൽമരത്തിന്റെ കാറ്റും കൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ആ ആൽത്തറയിൽ പോയി ഇരിക്കാനാണ് തോന്നുന്നത്. ദൂരെ ഹൈവേയിൽ നിന്ന് കണ്ടപ്പോൾ ചെറിയൊരു കോവിലാണെന്നാണ് കരുതിയത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അത്യാവശ്യം നല്ല വലിയൊരു കോവില് തന്നെയാണത്. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഗേറ്റ് എല്ലാം അടഞ്ഞാണ് കിടക്കുന്നത്. പക്ഷെ കോവിലിനകത്ത് വിളക്ക് കത്തുന്നുണ്ട്. ഇപ്പൊ സമയം ഏകദേശം 9 മണിയായി. സാധാരണ കോവിലുകളെല്ലാം 8 മണിക്ക് അടയ്ക്കാറാണ് പതിവ്. ഒരു പ്രത്യേകതരം പുല്ലുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മുട്ടോളം ഉയരത്തിലാണ് അത് വളർന്നു നിൽക്കുന്നത്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ ഒരു സംശയമില്ലാതെ ഒരു കാര്യം പറയാൻ കഴിയും. ഉറപ്പായും ഇവിടെ നിറയെ വിഷപ്പാമ്പുകൾ ഉണ്ടാവും. അതും ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന പുല്ലുകളുടെ ഇടയിൽ. അത് കാണാൻ പോലും കഴിയില്ല. ഈ സ്ഥലം കാണാൻ വരുന്നവർ ഒന്ന് സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ആൽമരത്തിന്റെ കാറ്റും കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ അങ്ങ് ദൂരത്തേക്കൊന്ന് നോക്കിയപ്പോൾ കഞ്ചിക്കോട്ടെ ഇൻഡസ്ട്രിയൽ ഏരിയ ഇവിടെ നിന്ന് നന്നായി കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു സ്ഥലം കുറച്ച് ഉയരത്തിലുള്ളത് കാരണമാണ് ഇവിടെ നിന്ന് ആ ഇൻഡസ്ട്രിയൽ ഏരിയ നന്നായി കാണാൻ കഴിയുന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയ മാത്രമല്ല, ഹൈവേയും ഇവിടെ നിന്ന് വ്യക്തമായി കാണുന്നുണ്ട്. വളരെ വലിയൊരു കുന്നാണത്. കുന്നിൻ്റെ തുടക്കത്തിലാണ് ശരിക്കും ആ കോവിലുള്ളത്. കോവില് നിൽക്കുന്ന സ്ഥലം കുറച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. മുന്നിൽ പോകുന്തോറും ചെറിയ അപകടങ്ങളെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്. അതുമാത്രമല്ല, ഇതൊരു ഫോറസ്റ്റിന്റെ ഏരിയ കൂടിയാണ്. അത് കാരണം അധികം മുന്നോട്ട് പോവാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കോവിലിൽ നിന്ന് ഏകദേശം ഒരു 20 സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് നടന്നാൽ അവിടെ നിന്ന് റെയിൽവേ ട്രാക്ക് കാണാൻ കഴിയും. കാത്തിരുന്നൊരു കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്തിലൂടെ നെൽപ്പാടങ്ങൾക്കും മലനിരകൾക്കും ഇടയിലൂടെ കൂകിപ്പാഞ്ഞു പോകുന്ന ഒരു ട്രെയിനിന്റെ കാഴ്ച. ഹൈവേയിൽ പോകുമ്പോൾ മാത്രമല്ല, ട്രെയിനിൽ പോകുമ്പോഴും ഈ സ്ഥലം കണ്ടതായി ഓർക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ചുറ്റുപുറം ഫോറസ്റ്റിന്റെ ഒരു ഏരിയ കാരണം അധികം മുകളിലേക്കൊന്നും ഞാൻ കയറി പോകുന്നില്ല. കോവിലിനടുത്ത് നിന്ന് തന്നെയാണ് ഈ കാഴ്ചകളെല്ലാം പകർത്തിയെടുക്കുന്നത്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന കാരണം ഈ പാറമടകളിലെല്ലാം നിറയെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമെല്ലാം ഇതുപോലുള്ള പാറമടകളിലാണ് ചെന്ന് വീഴുന്നത്. തെളിമയാർന്ന നല്ല തണുപ്പുള്ള വെള്ളമാണ് മുകളിൽ നിന്ന് ഒഴുകി വരുന്നത്. കുറെ നല്ല പാലക്കാടൻ കാഴ്ചകളാണ് ഈ കോവിലിനടുത്ത് നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. പശു മേയുന്ന ഈ കാഴ്ചകളെല്ലാം ഗ്രാമത്തിലെ ഒരു സാധാരണ കാഴ്ചയാണെങ്കിലും നിഷ്കളങ്കമായ ഈ ഗ്രാമ കാഴ്ചകളും ഇവിടുത്തെ ശാന്തതയെല്ലാം
നമ്മളെ കുറേ നേരം ഇവിടെ തന്നെ അങ്ങ് പിടിച്ചു നിർത്തും. രാവിലെ നേരത്തെ വൈകുന്നേരങ്ങളിലും നല്ല ഭംഗിയായിരിക്കും ഈ സ്ഥലം കാണാൻ. ഇവിടെ ഒരു മുത്തശ്ശി പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ അടുത്തായി ചെറിയൊരു കുളം കൂടി കാണുന്നുണ്ട്. പാറയുടെ മുകളിലായ കാരണം പാറമട എന്നെല്ലാമാണ് ഇതുപോലെ പാറയുടെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തെ വിളിച്ചു വരാറ്. വീഡിയോയിൽ കാണുമ്പോൾ ആ പാറമട എത്ര വലുതാണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല. സാധാരണയായി പാറമടകളിൽ നല്ല ആഴം ഉണ്ടാവാറുണ്ട്. ഏത് സമയത്തും നല്ല തണുപ്പായിരിക്കും ആ വെള്ളത്തിന്. അവിടെ ഒരാൾ കുളിക്കുന്നുണ്ട്. അത് കാരണം അതിനടുത്തേക്ക് ഞാൻ പോയില്ല. കുറച്ച് ദൂരെ നിന്നാണ് ഇതിൻ്റെ വീഡിയോസ് എല്ലാം എടുത്തത്. ഈ കോവിൽ സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്തായി വലിയൊരു വാട്ടർ ടാങ്ക് കൂടിയുണ്ട്. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ മായപ്പള്ളം വാട്ടർ ടാങ്ക് എന്നാണ് അതിൻ്റെ പേര് കാണാൻ കഴിയുന്നത്. ദൂരെ ഹൈവേയിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഈ കോവിൽ കാണാൻ. ആ ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഈ കോവിൽ തേടി ഇതുവരെ എത്തിയത്. ചെറുതായെങ്കിലും മല കയറേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. കോവിലിന് മുന്നിൽ വരെ റോഡുള്ള കാരണം ആ കയറ്റം ഒഴിവായി കിട്ടി. ഓരോ അരമണിക്കൂറിലും ഇതുവഴി ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. ട്രെയിൻ കടന്നു പോകുന്ന ആ കാഴ്ചയ്ക്കായി ഒരുപാട് സമയം കാത്തിരിക്കേണ്ടതൊന്നും വന്നില്ല. ഇവിടെ വന്നതിന് ശേഷം ഇതിപ്പോൾ രണ്ടാമത്തെ ട്രെയിനാണ് ഇതുവഴി കടന്നു പോകുന്നത്. വെസ്റ്റേൺ ഘാട്സും അതിന് താഴെയായുള്ള കാടും നെൽപ്പാടങ്ങളും അതിനിടയിലൂടെയുള്ള ട്രാക്കും കുറച്ച് ഉയരത്തിൽ നിന്ന് ആ പശ്ചിമഘട്ട മലനിരകളുടെ പശ്ചാത്തലത്തിൽ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ട്രെയിൻ ഇതുവഴി കടന്നു പോകുമ്പോഴാണ് ഈ സ്ഥലം കാണാൻ കൂടുതൽ ഭംഗി. ഇതെല്ലാമാണ് ഈ വ്യൂ പോയിന്റിലെ കാഴ്ചകൾ. ഒരുപാട് മുകളിലേക്കൊന്നും കയറാൻ ഞാൻ നിന്നില്ല. മഹാകാളി കോവിലിനടുത്ത് നിന്ന് പകർത്തിയെടുത്ത കാഴ്ചകളായിരുന്നു ഇതെല്ലാം. മുകളിലേക്ക് കയറി പോകുന്നവരുണ്ട്, പക്ഷേ ഫോറസ്റ്റിൻ്റെ ഏരിയ ആയ കാരണം അങ്ങോട്ട് കയറാൻ നിന്നില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.